നമ്മളപ്പം രാവിലെ എണീറ്റ് റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ ദർഗയിൽ പോവുകയാണ്. അതെ, അജ്മീറിലെ ദർഗ ഷെരീഫിലേക്ക് നമ്മൾ പോരാതെ. നമുക്ക് രാവിലെ ഷെയർ ഓട്ടോ കിട്ടി. അപ്പോൾ ഷെയർ ഓട്ടോയ്ക്ക് പോവാം. നല്ല തണുപ്പാണ്, എല്ലാവരും കോട്ടൊക്കെ ഇട്ട് പുതച്ചു മൂടിയാണ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ഷെയർ ഓട്ടോ എടുത്ത്, ഷെയർ ഓട്ടോ മെയിൻ റോഡിൽ കൂടെ ഉള്ളൂ, 10 രൂപ ഒരാൾക്ക് വെച്ച്. പക്ഷെ അത് അകത്തോട്ട് വരികയില്ല, പിന്നെ 1 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നടക്കാൻ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഓട്ടോ എടുത്തത് രണ്ടാമത്. 100 രൂപ താഴെ നിന്ന് ഇവിടെ വന്നേനെ. രാവിലെ തന്നെ ഇഷ്ടം പോലെ സ്വീറ്റ്സ് കടയുണ്ട്, ഈ പൂക്കടയൊക്കെ ഉണ്ട്, പൂക്കടയുണ്ട്. പിന്നെ തൊപ്പികളെല്ലാം ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ആൺപിള്ളേർ തൊപ്പികൾ വെച്ചാൽ കയറുന്നത്, ക്യാപ്പ് വെക്കൂലോ ഒരു. ഇവിടെ 2 സൈഡും ഇഷ്ടം പോലെ പൂക്കടയുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ നേർച്ചയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. ഇതാണ് നിസാം ഗേറ്റ്, ഇതാണ് ആദ്യത്തെ ഗേറ്റ്. ഇത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് ഷാജഹാനി ഗേറ്റും അതിൻ്റെ അകത്ത് 3ാമത്തെ ഗേറ്റാണ് ബുലന്ദ് ദർവാസ. അങ്ങനെ മൊത്തം 3 ഗേറ്റ് ഉണ്ട് ദർഗയ്ക്ക്. ചെറിയ പൂക്കോട്ടയ്ക്ക് 200 രൂപയും അതിൻ്റെ വലിയൊരു 300ഉം പിന്നെ 500ഉം 1000ഉം അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മളും ഒരു പൂക്കോട്ട മേടിച്ചു. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് നമുക്ക് അകത്തോട്ടാൻ. ഇപ്പോൾ ഈ കടയിൽ തന്നെ ഇവിടെ ചെരുപ്പ് വെക്കാം നമുക്ക്, അതിന് പ്രത്യേകം ചാർജ് ഒന്നുമില്ല. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കടകളിൽ ബാസ്ക്കറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ ആൾക്കാർ ചെരുപ്പ് വെച്ചിട്ട് പോകും. അപ്പോൾ അവർ പറഞ്ഞു ചെരുപ്പ് നമ്മൾ എടുത്ത് കൊട്ടയ്ക്കകത്തൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ലാണ്ട് കാലും കൊണ്ട് തന്നെ ഡയറക്റ്റ് കൊട്ടയിലോട്ട് ഇട്ടാൽ മതി. കാരണം കൊട്ടയൊക്കെ ചെറുതായിട്ട് ചെളിയൊക്കെ പിടിച്ചല്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മളോട് ഇവർ പറഞ്ഞു മുടി കെട്ടി വെച്ചിട്ട് കയറണമെന്ന് പറഞ്ഞു. അകത്തോട്ട് കയറുമ്പോൾ അയച്ചിടാൻ പാടില്ല, പിന്നെ മുടി കാണാൻ പാടില്ല, നമ്മൾ ഷോൾ ഇട്ടുകൊണ്ട് വേണം കയറാൻ. ഷോൾ ഇട്ടാൽ മതി ജസ്റ്റ് മേളിൽ കൂടെ. അപ്പോൾ മുടി കെട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂക്കൊട്ട പിടിച്ചു തരാമെന്ന് പറഞ്ഞു. നിസാം ഗേറ്റ്, ബുലന്ദ് ദർവാസ, മെഹഫിൽ ഖാന, ഷാജഹാനി മസ്ജിദ്, ആസ്ഥാൻ ഷെരീഫ്, അതെല്ലാം അകത്തോട്ട് ബാ. നമ്മളിപ്പം നിൽക്കുന്ന നിസാം ഗേറ്റിലാണ്. ഓ, ഇത് നേർച്ച നമ്മൾ തലേ ചുമന്നുകൊണ്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ആരെങ്കിലും ചോദിച്ചു നോക്കാം. അറിയില്ല, അവരൊക്കെ ഇത് തലേ വെച്ചോണ്ടാ പോകുന്നത്. ചോദിച്ചു. അപ്പോൾ എങ്ങനെയും വെച്ചാൽ മതി, കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് വാ, നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ അകത്തും ഇതുപോലെ 2 സൈഡിൽ പൂക്കടകളും ചെരുപ്പ് വെക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അവിടെ നിന്ന് പൂ മേടിച്ചുകൊണ്ട് അവിടെ തന്നെ ചെരുപ്പ് വെച്ചു. ഇതാണ് 2ാമത്തെ ഗേറ്റ്, ബുലന്ദ് ദർവാസ. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന സൂഫി സെയിൻറ്റിൻ്റെ ഖബറിടമാണ് ഈ അജ്മീറിലെ ഷെരീഫ് ദർഗ. മെഹഫിൽ ഖാന, ഇത് അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് കൈയും കാലും ഒക്കെ കഴുകുന്നുണ്ട്. ഇതുവഴി നേരെ നമ്മൾ അകത്തോട്ട് പോവാം. ഇവിടെയൊക്കെ മാറ്റി വരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് തണുപ്പ് കുറവുണ്ട്. ഇത്ര നേരം കാല് മരച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അകത്ത് കയറി വന്നു. ഇപ്പം അവിടെ അതുവഴി നമ്മൾ അകത്തോട്ട് കയറുന്നത് ഓഫറിങ്സ് നമ്മൾ കൊണ്ടുവന്ന നേർച്ചയൊക്കെ കൊടുക്കാൻ വേണ്ടി. തിരക്കാ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് പതുക്കെ കയറിയാൽ മതി. വലിയ തിരക്കില്ല ഇവിടെ, കാരണം ഇവിടെ ഉറുസ് എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇപ്പം ആ ഒരു തിരക്കൊന്നുമില്ല, നോർമൽ ഒരിതേ ഉള്ളൂ. അവിടെ നമുക്ക് ഓഫറിങ്സ് എന്ന് വെച്ചാൽ ഇവിടെ എന്തോ സ്ത്രീകളുടെ ഉന്നമനത്തിന് അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഡൊണേഷൻ ചെയ്യാം. അതുപോലെ ഇവിടെയും ഇതുപോലെ ഓഫറിങ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതോ. എല്ലാം നല്ല രസമുണ്ട്, അകത്ത് പാട്ടും ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു സ്പിരിച്വൽ ഒരു എനർജി തോന്നും. എന്നാൽ പിന്നെ അകത്തോട്ട് കയറിയേക്കാം. നമ്മൾ അകത്ത് കയറി ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം
ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. ദർഗ ഷെരീഫ് രാജസ്ഥാനിലെ അജ്മീറിൽ സ്ഥിതി ചെയ്യുന്ന മൊയ്നുദ്ദീൻ ചിസ്തി എന്ന സൂഫി സെയിൻറ്റിൻ്റെ ഖബറിടമാണ്, അല്ലെങ്കിൽ മക്ബർ. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി ദർഗകളിലൊന്നാണ് മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗ. മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഖബറിലേക്കുള്ള ദർശനത്തിനായിട്ടുള്ള ക്യൂ ആണ് കാണുന്നത്. സുന്നി അൽ ജമ്മത്താണ് ഈ ദർഗയുടെ ശില്പി. 1236 ഈ ദർഗ പണിയുന്നത്. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി 12-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തി അജ്മീറിൽ താമസമാക്കി. സ്നേഹം, സഹിഷ്ണുത, മാനവസേന എന്നീ മൂല്യങ്ങൾ പ്രചരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും സ്വാധീനിച്ചു. 1236 അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭക്തരും ശിഷ്യന്മാരും ചേർന്ന് അജ്മീറിൽ അദ്ദേഹത്തിനായി മക്ബർ അഥവാ ഖബറിടം സ്ഥാപിച്ചു. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ചരമദിനം ആഘോഷിക്കുന്ന വാർഷിക ഉത്സവമാണ് ഉറുസ്. എല്ലാ മതവിഭാഗത്തിലുള്ളവരും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുമൊക്കെ തീർത്ഥാടകർ എത്താറുണ്ട് ഇവിടെ. മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഉറുസ് എല്ലാ വർഷവും റജബ് 6-7 ആഘോഷിക്കുന്നത്. റജബ് എന്നാൽ ഹിജ്രി കലണ്ടർ അനുസരിച്ചാണ്. മുഗൾ ചക്രവർത്തിമാരായ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ എന്നിവർക്ക് ദർഗയോട് വലിയ ആദരവുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തി ആഗ്രയിൽ നിന്നും കാൽനടയായിട്ട് തീർത്ഥാടനത്തിനായി ദർഗയിൽ എത്തുമായിരുന്നു. ദർഗയുടെ പ്രധാന വാതിലാണ് നൈസാം ഗേറ്റ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണിതതാണ് ഷാജഹാനി ഗേറ്റ്. ഇതിനു പിന്നാലെ സുൽത്താൻ ഖിൽജി പണിതതാണ് ബുലന്ദ് ദർവാസ. അങ്ങനെ ഇതിന് 3 ഗേറ്റുകളാണുള്ളത്. ഈ ബുലന്ദ് ദർവാസയിലാണ് ഉറുസിൻ്റെ സമയത്ത് പതാക ഉയർത്തുന്നത്. നമ്മളും കുറച്ച് നേരം ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്നു പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ നമുക്കും പോവാം. വാ. ഇവിടെ ദർഗയുടെ സമയമാണിത്. അപ്പം രാവിലെ വിൻ്ററിൻ്റെ സമയത്ത്, തണുപ്പ് കാലത്ത് രാവിലെ 5 മണി തൊട്ട് 9 മണി വരെയും, ചൂട് കാലത്ത് 4 മണി തൊട്ട് 10 മണി വരെയും ദർഗ ഓപ്പൺ ആയിരിക്കും. ഇവിടെ ഇപ്പോഴും ടെമ്പറേച്ചർ 12 ഉള്ളൂ. നല്ല തണുപ്പാണ് തറയിലൊക്കെ, കാലൊക്കെ മരച്ച്. നമ്മൾ ദർഗയിലേക്ക് കയറുമ്പം ബുലന്ദ് ദർവാസയുടെ 2 സൈഡും ഇതുപോലെ വലിയ പാത്രങ്ങളുണ്ട്, 2 ചെമ്പിൻ്റെ. അപ്പോൾ ഇത് വലിയൊരു ചെമ്പ് പാത്രം പോലെയാണ്. അപ്പോൾ ഇതിൽ ആൾക്കാർ നേർച്ചകളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഉറുസിൻ്റെ സമയത്ത് ഇതിൽ പ്രസാദമൊക്കെ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് സുൽത്താൻ മഹ്മൂദ് ഖിൽജി പണി കഴിപ്പിച്ച ബുലന്ദ് ദർവാസ. ഇതിലാണ് ഉറുസിൻ്റെ സമയത്ത് പതാക ഉയർത്തുന്നത്. ഇതാണ് മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണി കഴിപ്പിച്ച ഷാജഹാനി ഗേറ്റ്. നമ്മൾ വന്നപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ രാവിലെയാണ് വന്നത്. ഇപ്പം നല്ല തിരക്കായി. ഇതൊക്കെ നേർച്ചകളാണ്. ഇതാണ് ദർഗയുടെ പ്രധാന വാതിൽ, നൈസാം ഗേറ്റ്. ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറിപ്പോയത്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. തണുക്കുന്നു, നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ്. പിന്നെ തിരക്കായില്ലേ, നമ്മളിതിൽ വന്ന ടൈം കട്ടായിരുന്നു. കറക്റ്റ് സമയം. ഞാൻ രാവിലെ വരണമെന്ന് ആലോചിച്ചാൽ രാവിലെ തന്നെ വന്നു. അതെ, ഞാൻ പക്ഷേ കരുതി ലേറ്റായി പോയി കാണുമെന്ന്. പക്ഷേ ഇല്ല, കറക്റ്റ് ടൈമായിരുന്നു. നമുക്ക് പോവാം. ഈ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. ചെറിയ കൊച്ച അതിൻ്റെ കിടന്ന് ഉറങ്ങുന്നത്. 2 സൈഡിലും ഇഷ്ടം പോലെ കടകളുണ്ട്. ഇത് ഇവിടെ തോക്കട, അതെല്ലാം സ്വീറ്റ് ഷോപ്പുകളാണ്. സ്വീറ്റ് ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, തുണിക്കടകളുണ്ട്, എല്ലാം ഉണ്ട്. ദർഗയുടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളും സ്റ്റേകളും എല്ലാം ഉണ്ട്. നമ്മൾ ഓട്ടോയ്ക്ക് കയറി തിരിച്ച് റൂമിലോട്ട് പോയേക്കാം. ഇവിടാണ് ദർഗ ബസാർ. ഏതോ ഗള്ളിക്കകത്തൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദർഗയിൽ പോയിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ നേരെ സാധനങ്ങളെല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുഷ്കറിൽ പോവാം. ക്ലോക്ക് ടവർ എവിടുത്തെ താഴെ കാണുന്നെല്ലാം അജ്മീറിൻ്റെ ഭാഗങ്ങളാണ്. രാജസ്ഥാൻ പരിവാഹൻ നിഗം. അപ്പോൾ ഇവിടെ സോഫിയ കോളേജിൽ നമുക്കറിയാവുന്നൊരു സിസ്റ്റർ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് ജില്ലാ കോട്ട കേട്ടോ, ഇവിടുത്തെ കാശ്മീരിലെ ജില്ലാ കോട്ട. ഇങ്ങോട്ടൊന്നും വലിയ തിരക്കില്ല. നമ്മൾ ആ മാർക്കറ്റ് ഏരിയയിലായിരുന്നു നല്ല തിരക്ക്. സോഫിയ കോളേജ് അജ്മീർ ഗേൾസ് കോളേജാണ്. കോളേജിലൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. സിസ്റ്റർ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു. നമുക്ക് ഡീസൽ അടിക്കണം അല്ലേ? ഡീസൽ അടിച്ചിട്ട് പോവാം. ആഗ്ര ഗേറ്റ്, ദർഗാ ഷാരിഫ് ഒക്കെ ഇവിടെ നിന്ന് റൈറ്റ്, നേരെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിതേ ഡീസൽ അടിക്കാൻ വന്നു. ഫുൾ ചെയ്തിട്ട് പോവാം. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിവിടെ ഒരു ലേക്ക് ഉണ്ട്. ലേക്ക് കണ്ടിട്ട് നമുക്ക് പുഷ്കർ പോവാം. പുഷ്കർ തന്നെ പോവാം. നല്ല രസമുണ്ടല്ലേ ബിൽഡിങ്. അതൊരു എസ്റ്റേറ്റാ. അനാസാഗർ ലേക്ക്, നീർക്കാക്ക അല്ലേ? ഇഷ്ടം പോലെ നീർക്കാക്കകളുണ്ട് അല്ലേ? ആ, ഇതേരാ നോക്കി.
താറാവ് പോന്നല്ലോ, കൂട്ടത്തോടെ പോന്ന. സത്യം. 12-ാം നൂറ്റാണ്ടില് അനാജി ചൗഹാൻ പണിത ഒരു കൃത്രിമ തടാകമാണിത്. മീൻ പിടിക്കുന്നു. മീൻ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ആട്ടയൊക്കെ കൊണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട് മീനിന് തീറ്റ കൊടുക്കാനായിട്ട്. ആ സഞ്ചി നിറച്ച് മീനാ. ഈ അനസാഗർ ലേക്കിന് ഒരു 13 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഇവിടെ. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ. അത്യാവശ്യം തിരക്കുണ്ടെന്നല്ലേ. ഇതൊക്കെ മൈദയാണ് വെച്ചേക്കുന്നത്. മൈദയും ആട്ടയൊക്കെ മീനിന് കൊടുക്കാനുള്ള. പക്ഷികൾക്കുള്ള ഫുഡും ഉണ്ട്, മീൻ മാത്രമല്ല. ചെറിയ ഇതിൻ്റെ തീറ്റയില്ലേ, ആ പ്രാവൊക്കെ കഴിക്കുന്ന അതുണ്ട്. ഇതെന്താ ഒരു ഐഡിയ ഇല്ല. എണ്ണയാ എന്തോ വേദനയ്ക്കുള്ള എണ്ണ. ഏഷ്യയിലെ ഓൾഡസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കുകളിൽ ഒന്നാണ് ഈ അനസാഗർ ലേക്ക്. സോനാപ്പപ്പടി നല്ല രസമുണ്ടല്ലോ ഇരിക്കുന്നതാണ്. ഇഷ്ടം പോലെ പ്രാവുകളുണ്ടല്ലേ. നിങ്ങൾക്കെല്ലാം അവിടെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓ, ആ പാറയിലെല്ലാം ഉണ്ട്. ഈ ലൈംഗമ്പയിലോട്ട് നോക്കിക്കേ. അയ്യോ, നമ്മുടെ ഇവിടെ കാക്ക ഇരിക്കുന്നല്ലോ അല്ലേ. ഇഷ്ടം പോലെ പ്രാവുകളുണ്ട്. ഈ നേരെ താഴെ കാണുന്നതാണ് ബരാദരി പവീലിയൻ. ഷാജഹാൻ പണിത പവീലിയൻ അത്. അവിടെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഗാർഡനോടുണ്ട്, ദൗലത് ബാഗ്. ഓ, ലൂണി നദിയിലെ വെള്ളമാണ് ഈ അനസാഗർ ലേക്കിലുള്ളത്. 12-ാം നൂറ്റാണ്ടിൽ പൃഥ്വിരാജ് ചൗഹാൻ്റെ മുത്തശ്ശനായിരുന്ന ഹർണോരാജ് ചൗഹാനാണ് ഈ തടാകം നിർമ്മിച്ചത്. ഹർണോരാജ് ചൗഹാൻ്റെ മറ്റൊരു പേരായിരുന്നു അന. അങ്ങനെയാണ് ഈ തടാകത്തിന് അനസാഗർ ലേക്ക് എന്നുള്ള പേര് വന്നത്. ഈ ചുറ്റിനും കാണുന്നത് ആരവല്ലി മലനിരകളാണ്. അപ്പം ഈ മലനിരകളിൽ നിന്നാണ് ലൂണി നദി ഉദ്ഭവിക്കുന്നത്. വേനൽക്കാലത്ത് ഈ അനസാഗർ തടാകത്തിലെ വെള്ളം വറ്റിപ്പോകാറുണ്ട്. പിന്നീട് മൺസൂൺ സമയമൊക്കെ ആകുമ്പോൾ അത് വീണ്ടും വെള്ളം നിറയും. അപ്പം നമ്മൾ അനസാഗറിലേക്ക് കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് പുഷ്കറിലേക്ക് പോകാം. ഓക്കെ. ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലവിടെ മലയിലൊരു മന്ദിറുണ്ട്. നമ്മുടെ അതേ വണ്ടി താഴെ കിടക്കുന്നു. ഇവിടെ അപ്പുറത്ത് കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ റോഡ് സൈഡിലും സ്ഥലമുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ കുതിരവണ്ടികളൊക്കെ ഉണ്ട്. ഇതാ ഗാർഡൻ ഇല്ലേ നമ്മളിപ്പോൾ കണ്ടില്ല, ആ പവീലിയനും ഗാർഡനൊക്കെ ഇല്ലേ, അങ്ങോട്ടുള്ള എൻട്രൻസ് ആയത്. നമ്മളിനി അവിടെ ഒന്നും കയറുന്നില്ല. നമ്മളിനി നേരെ പുഷ്കറിലോട്ട് പോവുകയാണ്. നമ്മൾ പുഷ്കർ പോകുന്നത് ഈ അനസാഗർ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ കുറച്ച് ദൂരം. അജ്മീറിൽ നിന്നൊരു 16 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ പുഷ്കറിലേക്ക്. അജ്മീറിൽ നമ്മൾ വന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ദർഗയിൽ കയറാന്നുള്ളതായിരുന്നു. ഡൽഹിയിൽ പോയപ്പോൾ ദർഗയിൽ കയറണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നടന്നില്ല. നമുക്കിവിടെ അജ്മീർ വന്നപ്പം അതിനുള്ളൊരു യോഗം കിട്ടി. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ദർഗയിൽ പോയത്. അതെ, ഞാൻ കരുതില്ല നമ്മൾ രാവിലെ എണീറ്റ് പോകുന്നു. ഇന്നലെ തണുപ്പായിരുന്നു, രാവിലെ ഒക്കെ തണുപ്പായിരുന്നു. എന്തായാലും ഇന്ന് പോയി. പക്ഷെ എനിക്കുള്ളല്ലോ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയില്ലേ, ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് ശരിക്കും നമ്മളെ ഹിന്ദി പാട്ടില്ലേ കുൻഫായ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഒരു ഫീല് എനിക്ക് കിട്ടിയത്. നല്ല രസമായിരുന്നു. അവിടെ ആൾക്കാരിരുന്ന് പാട്ട് പാടുന്നതും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമുക്ക് മൊത്തത്തിലൊരു സ്പിരിച്വൽ എനർജി കിട്ടും. എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ പോയവരുണ്ടല്ലേ, ചെറുതായിട്ട്. പുഷ്കർ നേരെ ഇത് വലിയൊരു ആല് നിൽക്കുന്നു. ഇത് ചോട്ടിൽ നല്ല തണുപ്പാ. അല്ലേലേ ഇവിടെ തണുപ്പാ. വെയിലൊന്നും വെറുതെയാ. ദേ ആരവല്ലി പർവ്വതനിരകൾ നമ്മൾ പണ്ട് പഠിച്ചു ഓർക്കുന്നില്ലേ? പഠിച്ചൊക്കെ നോക്കുന്നുണ്ട്. പുഷ്കർ നേരെ ഇവിടുന്ന് നമ്മൾ ചെറിയ കുന്ന് കയറിയാ പോകുന്നത്. അജ്മീർ പോലെ തന്നെ പുഷ്കറും ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മളെ മല കയറുമല്ലേ, അപ്പൊ ഇത് മലയുടെ പൊക്കത്താണോ അതോ മലയുടെ താഴത്തായിരിക്കോ പുഷ്കർ? എനിക്കറിയില്ല, എന്റെ ഫസ്റ്റ് ടൈമാ പുഷ്കറിലേക്ക്. എന്റെ ഫസ്റ്റ് ടൈമാ. നോക്കാം നമുക്ക്. ദേ നമ്മളെ ഇറങ്ങാം. ദേ ഇത് 3-4 ഹെയർ പിൻ ബെൻഡുകളല്ല, നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോവുക ഈ മലയുടെ. ഓ, ഒരു തമിഴ്നാട് വൈബുണ്ട് കേട്ടോ ഇവിടോട്ട്. നമ്മളാ കമ്പന്തേനി റൂട്ട് പോകുന്ന പോലത്തെ വൈബില്ലേ? അതെ, അവിടുന്ന് ആ മല ഇറങ്ങുമ്പോ ഇങ്ങനെ തന്നെ ഒരിത്. ഇതേ സിംഹവാലം കുരങ്ങിരിക്കുന്നു. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട്. ആരവല്ലി ഹിൽസ്. എന്റെ പ്രതീക്ഷയിൽ ആരവല്ലി കുറച്ചുകൂടെ വലുതായിരുന്നു. എഴുതി കുറച്ചൊന്നുമല്ല, ആ കാട്ടിലോട്ട് നിറച്ചതാ ആ മരത്തിന്റെ ഇടയ്ക്കൊക്കെ. ഓ, പുഷ്കറിലേക്കുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നല്ലേ? അറിയത്തില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല. അത് മസ്ജിദാ. ആണോ?
ആ നല്ല രസമുണ്ടല്ലേ. ആ നല്ല ഭംഗിയുണ്ടല്ലോ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ. ആ അത് ഇത് ഏതോ അമ്പലം കേട്ടോ ഇതിൻ്റെ അകത്ത്. ഓ ഒട്ടക വണ്ടി പോന്നു, വീലൊക്കെ ഉണ്ടല്ലേ. ആ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാളും വേറെ ടൈപ്പ് ഓഫ് ഒട്ടകവണ്ടി. പുഷ്കറിലെ ഗ്രാമീണ പ്രദേശത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ എന്തോ കൃഷികളാ. ആ നടുക്ക് നിൽക്കുന്ന ജമന്തിയാ, ജമന്തി. ആ ഈ നിൽക്കുന്നതെല്ലാം ജമന്തിയാ. എൻ്റെ പുറയിലോട്ട് റോസും ഉണ്ട്. അവിടെ ഒരു അമ്മച്ചി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഞങ്ങളൊന്ന് കയറി വരാവോന്ന്. അല്ല കയറിക്കോട്ടെ എന്ന്. അപ്പോൾ അമ്മച്ച ഞാൻ കയറി പോരാ, വണ്ടി സൈഡിലിട്ടോളാൻ പറഞ്ഞു. വരുന്നുണ്ടോ? ആ വരാം. എന്നാ ബാ. ഇപ്പം ഒരു വീട്ടിൽ കൂടെ നമ്മൾ ആ പാടത്തോട്ട് ഇറങ്ങുന്ന. അപ്പം ഇത് ഇവിടുത്തെ ചെറിയ കന്നുകാലി തൊഴുത്തൊക്കെയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ വീട്. നല്ല വീടല്ലേ. ചെറിയ ഫ്രണ്ടിലോട്ട് നേരെ പാടവും ചെറിയ കാറ്റൊക്കെ ആയിട്ട്. ഇത് ഇവരുടെ അടുക്കളയാണോ, ഫുള്ള് മറ്റേ കല്ലാ 4 സൈഡും ഇങ്ങനെ വെച്ചേക്കുന്നത്. എന്നിട്ട് മേളിൽ പുല്ല് മേഞ്ഞേക്കുക. അതെ എരുമക്കുട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. പശു ഉണ്ട്, എരുമയുണ്ട് ഇവിടെ. ആ പശു എരുമയെല്ലാം ഉണ്ട്. ഈ നിൽക്കുന്നതെല്ലാം മല്ലിയാ, മല്ലി തയ്യ. കുഞ്ഞതാ. നല്ല രസമുണ്ട് ഇവിടെ ഈ വരമ്പത്തൂടെ നടക്കാൻ. നമുക്കിനി ഇത് ആ കാണുന്ന മല വരെ ചെല്ലണം. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം അവിടെ നമുക്ക് സൺസെറ്റ് കാണാം. മഞ്ഞ് പോലെ നിൽക്കുന്നല്ലേ, മഞ്ഞ് പോലെ ഉണ്ട്. കാണാൻ രസമല്ലേ. ഇത് ഇനിയുണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ ഓരോരുത്തർക്ക് ഇതുപോലെ നിപ്പുണ്ട്. ഇവിടെ എല്ലാം ഉള്ളല്ലോ, ഓരോ വീട്ടുകാർക്കും ഇങ്ങനെ പാടങ്ങളാന്ന് തോന്നുന്നു. ആ ഇവിടെയൊക്കെ കൃഷി നല്ല രീതിക്ക് ചെയ്യുന്ന. ഇതിപ്പോൾ ഈ വീട്ടുകാരുടെ വാടാ ഇവിടെ മാത്രം. പറമ്പ് തോട്ടം. നല്ല രസമുണ്ടല്ലേ. ചെറിയ മരവും ചെറിയൊരു ഷെഡും അതിൻ്റെ താഴെ. ഇത് ഏതാണ്ട് ഈ മരത്തേൽ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ കണ്ടോ, ആ മരത്തേൽ ഏതാണ്ട് ഉണ്ടായി കിടപ്പുണ്ട്. അതെന്നാണോ ബോൾ പോലെ ഇരിക്കുന്നു. ഇതേ റോസപ്പൂവിൻ്റെ തോട്ടമുണ്ട്. കൃഷിക്ക് ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫുള്ള് റോസപ്പൂവിൻ്റെ തോട്ടം. മന്ദിറിലേക്ക് നടന്നും പോകാം. കേബിൾ കാർ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ദൂരേനെ കാണത്തുള്ളൂ. കേബിൾ കാറുണ്ട് അത്. അപ്പോൾ കേബിൾ കാറിന് 100 സംതിങ് ആണ്. ഇവർക്ക് കറക്റ്റായിട്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. നമുക്കെന്നാ പോയേക്കാം. ഇനി നടന്ന് കയറണ്ടേ സ്റ്റെപ്പൊക്കെ. നല്ല കാറ്റാ ഇവിടെ. ഇത് വീട്ടിലെ അമ്മയാണ്. അപ്പനാ പൗരി. പൗരി നല്ല പേര്. ये आपका ये कहती हाँ पुराई हाँ अच्छा है बहुत. हाँ गुलाम खींचो फूल हाँ बोला हाँ गुलाम जार खींच रहा हूँ फूल क्या हाँ फोटो हाँ हाँ हमने खींची. हम जाएगी वो. कलकत्ते के नहीं केरला से. अटिने तो हाँ केरले के अभी आगे भी आए थे. पूरी बस आई थी यहाँ. समझा नहीं. केरले के यहाँ बस आई थी. हाँ आपके बस. घूमने लेके. ओ ठीक है. हम अभी गए पूरा देखने. दिन जार फोटो खिंचाए बड़ी हाँ फोटो खींची. बहुत अच्छा जगह. हाँ खींची हाँ बढ़िया ना. हाँ बहुत बढ़िया है. हवा है सब है. अच्छा है. हाँ अच्छा है. हमारे तो ये फूलों की खेती होती है ज्यादा करके. ये है. ഓ പൂലൊക്കെ കയറ്റി. ये धनिया है. ധനിയ. ഇവിടെ കൂടുതൽ ഇവര് പൂക്കളുടെ കൃഷി ചെയ്യുന്നത്. धनिया ആ മരത്തിലുണ്ടാകുന്ന കാ മുമ്പ് ചോദിച്ചില്ലേ, അത് ഇവർ ബീൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജ്യൂസൊക്കെ അടിക്കുമെന്ന് അറിഞ്ഞ്. നമ്മുടെ അവിടെ എന്താ പറയുക അറിയത്തില്ല. നോക്കണം ഇനി. ठीक है हम चलते. ठीक है താങ്ക് യു ധന്യവാദം. ഞങ്ങളിപ്പോൾ ഈ അപ്പച്ചൻ്റെ കൂടെ സ്കൂട്ടറിൽ പോയി ഹോട്ടലിൽ നോക്കിയിട്ട് വരാം. അതെ എന്തായാലും നമുക്ക് റൂം എടുക്കണം. അപ്പോൾ ഇവിടെ തന്നെ പോയി ചുമ്മാ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് റിസോർട്ട്. ചെറിയ റിസോർട്ടാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ചെറിയൊരു റൂം. അപ്പോൾ നമ്മൾ ഹോട്ടലൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചതേ വണ്ടി എടുത്ത് വന്നു. ഇതൊക്കെ ഇവിടുത്തെ ഓരോ വീടുകളാണ്. ഇത് ഇടിഞ്ഞ് പോയാന്ന് തോന്നുന്നു അല്ലേ. ഇതേ മയില് എന്തിനാന്നുണ്ടോ അവിടെ. അതെന്താ വെള്ള കളറുള്ള മയിലും ഉണ്ട് കണ്ടോ. ഓ കൊറേ ഉണ്ട്. ആ ഒരു ആൺമയിലേ ഉള്ളൂ, ബാക്കി മൊത്തം പെൺമയിലുകളാ. എന്താ സൈഡില് ഒരു ഐഡിയ ഇല്ല. പണിയുവാണോ അതോ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ വഴിക്കായിരുന്നു നമ്മൾ വരേണ്ടത്. അത് എവിടുന്നോ തിരിഞ്ഞു പോയി. അത് തിരിഞ്ഞെന്താ മനസ്സിലായില്ലേ. അവിടെ ഇടയ്ക്ക് ആ ബ്രിഡ്ജ് പണിയുന്നില്ലായിരുന്നോ. അതാ ആ ബ്രിഡ്ജ് ഇടയ്ക്ക് അല്ലാണ്ടുണ്ടല്ലോ ഔട്ടറിൽ കൂടെ അപ്പുറത്തൂടെ ഒരു വഴിയും കൂടെ ഉണ്ടായിരുന്നോ. ഓ ദേ ആ മലയുടെ പുറത്ത് കാണുന്നതാണ് സാവിത്രി മന്ദിർ. ഇനി നമുക്ക് ആ മല മൊത്തം നടന്ന് കയറണം. ഒട്ടക സഫാരി ഇവിടെ പുഷ്കറിലും ഇതുപോലെ ക്യാമൽ സഫാരി, അതുപോലെ ഡെസേർട്ട് സ്റ്റേ എല്ലാം ഉണ്ട്.
ഇത് ആടും ഇടയനും വലിയ ഒട്ടകണ്ടി. നല്ല രസമുണ്ടായിരിക്കും, നല്ല കളർഫുൾ. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, ചെറിയ സ്കൂൾ. വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു. ഇത് സൂര്യൻ അവിടെ താന്നു തുടങ്ങി, പെട്ടെന്ന് പോയേക്കാം. വാ വേന്നാട്ടെ. ഇവിടെ ഇഷ്ടം പോലെ ഭിക്ഷാടകരുണ്ട്. അത് ഇവിടെ നിന്നല്ല, എല്ലായിടത്തും. അമ്പലത്തിൻ്റെ അവിടെ ആണെങ്കിലും ദർഗയുടെ അവിടെ ആണെങ്കിലും എല്ലായിടത്തും അതെ. ഭയങ്കര കഷ്ടമാണ്, നടക്കാൻ പോലും സമ്മതിക്കില്ല. ഓടി ഓടി വരും, വണ്ടി നിർത്തുമ്പോഴേ തുടങ്ങും. ഫുഡ് കഴിക്കാൻ വകയില്ല, എന്തെങ്കിലും കഴിക്കാൻ തരണം, പൈസ വേണമെന്ന് പറഞ്ഞാൽ വരുന്നു. ഞങ്ങളുടെ ഇപ്പം ഒരെണ്ണം വന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ആപ്പിൾ എടുത്ത് കൊടുത്തു. ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പൊ നമ്മൾ എടുത്ത് കൊടുത്തു. അപ്പൊ അത് വേണ്ട, പൈസ മതി. എല്ലായിടത്തും ഇങ്ങനെയാ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സാവിത്രി മാതാ മന്ദിറിലേക്കാണ്. അപ്പോൾ ഇത് പൂജയ്ക്കുള്ള തേങ്ങയും പിന്നെ എന്തോ സ്വീറ്റ്സും പ്രസാദങ്ങളൊക്കെ. ഇവിടെയൊക്കെ പാട്ടുകാർ ഇരിക്കുന്നുണ്ട്. എടി തേങ്ങ കരിക്കിരിക്കുന്നു. ഐ മിസ് ഹോം. വീട്ടിൽ പോകും പറ്റിയല്ലേ. നമുക്ക് നമ്മുടെ ഒറ്റ വാശിയാണിത്. നമുക്ക് ജയ്പൂർ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീട്ടുകാർ നമ്മളെ വിട്ടതാണ്, പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴേ തീകാഞ്ഞ് തുടങ്ങി. അതെ, സ്റ്റെപ്പും തുടങ്ങി, നടക്കണം, കുറേ ഉണ്ട്. അതെ. ഇവിടെ മേളിലോട്ട് കയറാൻ കേബിൾ കാറുണ്ട്. അപ്പം അതുവഴി പോയാൽ കേബിൾ കാർ വഴി പോയായിരുന്നു. ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു. അതെ, ഈ ട്രിപ്പിൽ ഞങ്ങൾ കുറേ നടക്കുന്നുണ്ട്. അതെ, അതെന്താണ്, നമ്മൾ വീട്ടിലെത്ര നടക്കാനുള്ള ആൾക്കാരല്ല. പക്ഷേ ഈ ട്രിപ്പിനപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും നടന്നു പോകാൻ തീരുമാനിച്ചു. പക്ഷെ നല്ല രസമുണ്ട് നടന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ. അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ പോയാൽ മതി. കേബിൾ കാർ വഴി പോകണമായിരുന്നു പൊന്നു നിനക്ക്? ഓ, എന്തിന്? ഇതേ ഒരു അബദ്ധം പറ്റി. ഇവിടുന്ന് സൺസെറ്റ് കിട്ടത്തില്ല. സൂര്യൻ പറയാറായി ഇപ്പം തന്നെ. ഇവിടെ മൊത്തം മരങ്ങളാ, അതുണ്ടോ? ഇതിൻ്റെ അകത്തുനിന്ന് എവിടുന്ന് സൂര്യനെ ഒന്നും കിട്ടുന്നില്ല. ഇല്ലേ നമ്മളുള്ളല്ലോ കുറച്ചും കയറണം കുന്ന. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചുകൂടെ കയറിയാൽ ചിലപ്പം മരങ്ങളൊക്കെ കുറഞ്ഞ് സൂര്യനെ കിട്ടും. ഒന്ന് ഓടിക്കയറിക്കും, അതായിരിക്കും. അതെ, ഇപ്പം തന്നെ നമുക്ക് സിറ്റിയും ടൗൺ ഏരിയയൊക്കെ ബാക്കി കാണാം. പൊന്നി മരുഭൂമി വഴി കയറി പോകാന്നാണ്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ കയറണോ എന്നാണ് ചോദിച്ചത്. ശരി, ഇത്രയും മലകൾ മൊത്തം പാറ, അതിൻ്റെ ഈ മല മാത്രം മണ്ണ്. ഈ കാണുന്നതെല്ലാം ആരവല്ലി മലനിരകളാണ്. തത്ത നിറച്ച്. ആ മേളിൽ കാണുന്ന അമ്പലം, സൂര്യനതേ അവിടെ മറഞ്ഞു. അരമണിക്കൂറും കൂടെ ഉണ്ട് സൺസെറ്റിന്. പക്ഷേ ചിലപ്പോൾ അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് കയറിയാൽ അരമണിക്കൂറും കൊണ്ട് നമ്മൾ കയറുന്ന എനിക്ക് തോന്നുന്നില്ല, കുറേ ഉണ്ട്. ആ കാണുന്നത് പുഷ്കർ ടൗണാണ്. ആ കാണുന്ന ആ വെള്ളം കിടക്കുന്നതാണ് പുഷ്കർ ലേക്ക്. ഇതുണ്ടോ, എല്ലായിടവും പച്ചപ്പ്, ഇവിടെ മാത്രം മരുഭൂമി. നമ്മളിപ്പോൾ ആ കൃഷിയിടം കാണുന്നില്ലേ, അതുവഴിയാണ് നമ്മളിപ്പോൾ കറങ്ങി വന്നത്. അതെ, ആ ഗ്രാമത്തിൽ കൂടെ കയറി വന്നത്. ആ മല കണ്ടോ, അത്ര നിരപ്പ് സ്ഥലത്ത് ഒറ്റ മല. പുഷ്കറിലും ക്യാമൽ ഫെസ്റ്റിവലൊക്കെ നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മാവിനുള്ള ഒരേ ഒരു അമ്പലം പുഷ്കറിലാണുള്ളത്. ഞങ്ങൾ തിരിച്ച് താഴോട്ടിറങ്ങാം. ഭയങ്കര കാറ്റ് തണുപ്പം. അതെ, നേരത്തെ പോയി റൂം എടുത്തിട്ട് കിടക്കാം എവിടെയെങ്കിലും. അതെ, നമുക്ക് എങ്ങോട്ടേലും വണ്ടി ഓടിച്ചു പോവാം. എനിക്ക് റൂം എടുക്കാൻ മടിയാണ്. എന്തിനാ പോകുന്നത്, വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞ് പതുക്കെ പോയാൽ മതി. എന്തായാലും വീട്ടിൽ നേരത്തെ ചെന്നിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ വീട്ടുകാരും പറഞ്ഞു പതുക്കെ വന്നാൽ മതി എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് പതുക്കെ പോകാം. മിക്കവാറും കുറേ ദിവസം ഇടുന്ന ഞാൻ ചുമയും ജലദോഷമൊക്കെ പിടിക്കും. അപ്പം തന്നെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് സൗണ്ട് ഇല്ല. അതെ, എന്നും രാവിലെ ഞാനാണ് ആദ്യം എണീക്കുന്നത്. ഇത് കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിയിട്ടേ എണീക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ ഏറ്റവും ലേറ്റായിട്ട് കിടക്കുന്നത്. ആരാ ലേറ്റായിട്ട് കിടക്കാൻ പറഞ്ഞേ? കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ബിസി പേഴ്സൺ, നമ്മളെക്കാട്ടിലും വലിയ തിരക്കുള്ള ആളാണ്. അങ്ങനെ നമ്മളിതേ ഇറങ്ങി താഴെ വരെ നടന്നു വന്നു. പകുതി മുക്കാൽ കയറിയായിരുന്നു. അതെ, ഞാൻ സൂര്യൻ അസ്തമിച്ചോണ്ട് അങ്ങ് പോയില്ല. സൺസെറ്റ് കാണാനാ കയറി പോയെ. അമ്പലം എന്തായാലും ഇപ്പൊ ക്ലോസ്ഡാ. ഇവിടെ എല്ലാം കടകളുടെ വാതിക്കെല്ലാം തീ കായാൻ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പൊന്നുപൊന്നെ ഷോപ്പിംഗ് പരിപാടി തുടങ്ങി. നമുക്കൊരു ആനൻ്റെ മേടിക്കാം, ഫാമിലി ആട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിനെല്ലാം കാണാൻ അല്ലേ. 2 ചായ പറഞ്ഞു, 5 ചായയും ഒരു ടോസ്റ്റും പറഞ്ഞു, ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ ഇരുട്ടി, ഇനി നമുക്ക് പോയേക്കാം. ചായ ഒരെണ്ണം കുടിച്ചു, ഒരു ടോസ്റ്റ് അവിടെ ഇരുന്ന് നമ്മളെ തീയും കഴിഞ്ഞ്. അതെ, നമ്മളൊരു ഡെഡ് എൻഡ് വന്നു. അങ്ങോട്ട് പോയപ്പോൾ കുറെ കറങ്ങി ഏതോ വഴിതെറ്റിയാ പോയത്. അതെ, അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടതാ. അതെ, നീ ഇപ്പോൾ കാണിക്കുന്ന വഴി കുളത്തിൽ കൂടെ ഇറങ്ങി പോവാനാ.
നമ്മൾ മാത്രമല്ല, പുറകെ 2-3 വണ്ടിക്കാരും വന്നായിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് തിരിക്കും. പോവുകയല്ല, പോട്ടെ. നമ്മൾ ഇവിടെ നടന്ന ചുറ്റിയാ വന്നത്. നമ്മൾ ഇതിന്റെ അക്കരെ സൈഡിൽ കൂടെ പോയി ചുറ്റി അങ്ങ് ഇതുവഴിയാ വന്നത്. ഇവിടെ എല്ലാം ഓരോ വഴിപണിയെല്ലാം നടക്കുക. അതുകൊണ്ടാണ് ഈ റോഡെല്ലാം ചുറ്റി ചുറ്റി നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ചോദിക്കുന്നവർ നേരെ പോട്ടെ എന്ന് പറഞ്ഞാൽ നേരെ പോയി ലാസ്റ്റ് ഏതെങ്കിലും കള്ളിക്കകത്ത് എന്ന് നിൽക്കുന്നത്. അതെ, എല്ലാം ഡെഡ് എൻഡും ആ. നമ്മുടെ വണ്ടി പോത്തുമില്ല. ആ, ഇതിപ്പോ നമ്മള് പിന്നെയും വന്ന മന്ദിറിന്റെ അവിടെ എത്തി. നേരത്തെ ഇവിടുന്ന് റൈറ്റ് എടുത്തായിരുന്നു വന്നത്, ഇനിയിപ്പോ ഇവിടുന്ന് താഴോട്ടാ കാണിക്കുന്നത്. താഴോട്ട് പോയി നോക്കാം. ഇതിപ്പോ നേരെ വന്ന് നല്ല വഴി കയറി. ഇത് അജ്മീർ റോഡാ. ഇവിടെയൊക്കെ ഓരോ സ്റ്റേ കാണുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ആ ഗല്ലിയിലെല്ലാം സ്റ്റേ ഉണ്ടായിരുന്നു. നമ്മളിപ്പം വഴി കാണുന്ന റിസോർട്ടുകളിലെല്ലാം കയറി ചോദിക്കുന്നുണ്ട് അത്യാവശ്യം. അതെ, എല്ലായിടത്തും ചോദിച്ചിട്ട് ഏകദേശം റേറ്റും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട റൂമും കൂടെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിടത്ത് പോയി എടുക്കുകയാണ് നമ്മുടെ പതിവ്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് മെയിൻ റോഡിലെത്തി. നമ്മളപ്പം സ്റ്റേ സെറ്റായി, ഡോർമെറ്ററി എടുത്തു. ഒരാൾക്ക് 450 രൂപ. തണുത്തിട്ട് പോയാ, ഭയങ്കര കാറ്റാ ഇവിടെ. ഭയങ്കര കാറ്റാ. വേഗം ലഗേജൊക്കെ എടുത്തു. നമ്മൾ ഫുഡ് പറഞ്ഞിട്ടായിരുന്നു പോയത്. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി, വെജ് സാൻഡ്വിച്ച്. നമുക്ക് മേളിൽ പോകും. മേളിൽ എന്തൊക്കെയോ ചെറിയ പരിപാടി ഉണ്ട്, ക്യാമ്പ് ഫയറും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡോർമെറ്ററി. ഇതൊരു 6 പേർക്കുള്ള മുറിയാണ്. പിന്നെ ഞങ്ങൾ ഇതിൽ 4 പേരേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും പിന്നെ വേറെ 2 പേരുണ്ട്. 2 ചേട്ടന്മാരാ, മിക്സ്ഡ് ഡോർമെറ്ററി. അതെ. അപ്പോൾ പൊന്നു പോയി കുളിച്ച് റെഡിയായി, ഫ്രഷായി. ഇനിയിപ്പം ഞാനിവിടെ പോയി റെഡിയാവും, അല്ല ഫ്രഷ് ആവാം. കുളിച്ചിട്ട് വന്ന് കിടന്നു.